തട്ടി. ഹല്ലേലൂയ. പ്രിയമക്കളെ, ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ. നിങ്ങളായിരിക്കുന്നത് നിങ്ങളിൽ വൻക്രിയകൾ ചെയ്യുവാൻ കഴിയുന്ന വചനത്തിന്റെ മുമ്പിലാണ്. വ്യക്തമായി നിങ്ങളത് ബോധ്യപ്പെടണം. ആ അവബോധം നിങ്ങൾക്ക് വേണം. ഞാൻ ആയിരിക്കുന്നത് എന്നിൽ ക്രിയകൾ, വൻക്രിയകൾ, പ്രതിക്രിയകൾ ചെയ്യുവാൻ കഴിയുന്ന വചനത്തിന്റെ മുമ്പിലാണ്. ആരൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ ഈ വചനത്തിന് മുമ്പിൽ ഇരുന്നോ അവർക്കെല്ലാം അത്ഭുതങ്ങൾ കിട്ടി, അടയാളങ്ങൾ കിട്ടി, ആശ്ചര്യപ്പെടുമാറ് ലാവണ്യ വാക്കുകൾ കിട്ടി. നിങ്ങൾക്കും അത് സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഈ സഭ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിടുതൽ വചനത്താൽ. ജിമിക്ക് പരിപാടിയാലല്ല, കള്ളപ്രവചനങ്ങളാലല്ല, തട്ടിപ്പുകളാലല്ല, അഭിനയങ്ങളാലല്ല, വിടുതൽ വചനത്താൽ. ഇതാണ് ശാശ്വതമായ അനുഗ്രഹം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ട്. വിടുതൽ വചനത്താൽ, വിടുതൽ യേശുവിന്റെ വചനത്താൽ, വിടുതൽ സൃഷ്ടിപ്പിന് അധികാരമുള്ള വചനത്താൽ, വിടുതൽ സൗഖ്യമാക്കുവാൻ കഴിവുള്ള വചനത്താൽ, വിടുതൽ പുറപ്പാടിന് അധികാരമുള്ള വചനത്താൽ, വിടുതൽ കൊയ്ത്തിന്റെ വചനത്താൽ. കമാൺ, കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 55 മുതൽ 57 വരെയുള്ള വാക്യങ്ങളിൽ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 55 മുതൽ 57 വാക്യങ്ങൾ വായിക്കാം. പിന്നെ മിസ്രയീം ദേശത്തെല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോൻ മിസ്രയീമ്യരോടൊക്കെയും, നിങ്ങൾ യോസഫിന്റെ അടുക്കൽ ചെല്ലുവീൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നോക്കുക, ഒരു ദേശത്തെ ഭരണാധികാരിയാണ് ആര്? ഫറവോൻ. തിന്നാനും കൊല്ലാനും അധികാരമുള്ളവനാണ് ആര്? ഫറവോൻ. ജനങ്ങൾ ഇപ്പോൾ ഫറവോനോട് നിലവിളിക്കുകയാണ്. കാര്യം, ദേശത്ത് ക്ഷാമം. അതിനെ അതിജീവിക്കുവാൻ ഫറവോന് കഴിയുന്നില്ല. എന്നാൽ കൃപയാൽ ആ ദേശത്ത് ഒരു യോസേപ്പ് എത്തിച്ചേരുവാനിടയായി. ആ യോസേപ്പ് മുഖാന്തരം ആ ദേശം അനുഗ്രഹം പ്രാപിച്ചു. പ്രിയമക്കളെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നിന്നെ ഒരു സ്ഥലത്ത് ആക്കി വെച്ചുവെങ്കിൽ, അത് ഒരു രാജ്യമാകട്ടെ, ഒരു സംസ്ഥാനമാകട്ടെ, ഒരു ജില്ലയാകട്ടെ, ഒരു പ്രദേശമാകട്ടെ, നിന്നെ അവനവിടെ ആക്കി വെച്ചുവെങ്കിൽ ആ ദേശം നീ മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കും. ആ ദേശം നീ മുഖാന്തരം അഭ്യുദയം പ്രാപിക്കും. ആ ദേശം നീ മുഖാന്തരം വലിയ വെളിച്ചം കാണും. അന്ധകാര ശക്തികളെ തകർക്കുവാൻ നിനക്ക് അധികാരമുണ്ട്. നീ ആയിരിക്കുന്നത് ഒരു ലൈറ്റ് ഹൗസ് ആയിട്ടാണ്. അന്ധകാരങ്ങളെ ആട്ടിപ്പായിക്കുവാൻ വെളിച്ചത്തിന് ശക്തി ഉള്ളതുപോലെ നീ ലോകത്തിന്റെ വെളിച്ചമായി ഒരു അനുഗ്രഹമായി മാറുകയാണ്. നീ ആക്കി വെച്ചിരിക്കുന്ന പട്ടണത്തിൽ, സ്ഥലത്ത് നീ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നോക്കുക, ദൈവം യൗസേപ്പിനെ എവിടെ എത്തിച്ചു? മിസ്രയീമിൽ എത്തിച്ചു. കാര്യം, മിസ്രയീമിനെ കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു. ഒരാമേൻ പറയട്ടെ. ഈ ആലയത്തെ ഈ ദേശത്ത് ദൈവം എത്തിച്ചുവെങ്കിൽ, കൊല്ലം പട്ടണ നടുഭാഗത്ത് നമ്മുടെ ആലയത്തെ എത്തിച്ചുവെങ്കിൽ, നമ്മുടെ ആലയത്തെ കൊണ്ട് പട്ടണത്തിൽ ഒരു വലിയ പ്രവൃത്തി ദൈവത്തിനുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ട്. ഈ ഭവനത്തെ കൊണ്ട് ഒരു വലിയ പ്രവൃത്തി ദൈവത്തിന് ഈ പട്ടണത്തിലുണ്ട്. നിന്നെ കൊണ്ട് ഒരു വലിയ പ്രവൃത്തി ദൈവത്തിന് ഈ പട്ടണത്തിലുണ്ട്. നിന്നെ വിളിച്ചത് തൂക്കിക്കൊല്ലാൻ വേണ്ടിയല്ല, നിന്നെ വിളിച്ചത് നാമാവിശേഷമാക്കുവാൻ വേണ്ടിയല്ല, നിന്നെ വിളിച്ചത് സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി, നിന്നെ വിളിച്ചത് ഒരു അത്ഭുത വിഷയമാക്കി മാറ്റി, ലോകത്തിന്റെ വെളിച്ചമാക്കി അനേകർക്ക് വെളിച്ചം കൊടുക്കുവാൻ വേണ്ടിയാണ് നിന്നെ ആക്കി വെച്ചിരിക്കുന്ന. അനേക ശാപങ്ങൾ നീ മുഖാന്തരം മുറിയുകയാണ്. അനേക പാരമ്പര്യ ശാപങ്ങൾ നീ മുഖാന്തരം മുറിയുകയാണ്. അനേക കെട്ടുകൾ നീ മുഖാന്തരം അഴിയുകയാണ്. അനേക ദുഃഖങ്ങൾ നീ മുഖാന്തരം ഒടിയുക. നീ ഒരു അനുഗ്രഹമാണ്. നിത്യത വരെ തുടരുന്ന ഒരു അനുഗ്രഹമാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ. ഫറവോൻ പറയുകയാണ്, എന്നോട് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആരോട് നിലവിളിക്കണം? യോസേപ്പിനോട് നിലവിളിക്കണം. അവിടെ ചെല്ലുവീൻ, നിങ്ങൾ യോസേപ്പിന്റെ അടുക്കൽ ചെല്ലുവീൻ, അവന് ഭണ്ഡാരങ്ങളുണ്ട്, അവന് കളപ്പുരകളുണ്ട്. പ്രിയമക്കളെ, യൗസേപ്പ്
യേശുവിന് മുൻകുറിയാണ്. അവന് ഭണ്ഡാരങ്ങളുണ്ട്, അവന് കളപ്പുരകളുണ്ട്, അവൻ 1000 നന്മകളുണ്ട്. അവൻ സകലത്തിനും അധികാരിയാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാൻ നല്ല യോസേപ്പിന് ശക്തിയുണ്ട്. ഏത് ശാപത്തെയും മുറിക്കുവാൻ നല്ല യോസേപ്പിന് ശക്തിയുണ്ട്. ഏത് മുഖങ്ങളെയും ഒടിക്കുവാൻ, ഏത് താഴെ കിടക്കുന്ന വ്യക്തിയെയും ഉയർത്തുവാൻ, ഏത് സാധാരണ വ്യക്തിയെയും അസാധാരണമാക്കി മാറ്റുവാൻ ഈ വെളിച്ചത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നോക്കുക, യൗസേപ്പിന്റെ അടുക്കൽ ചെല്ലുവീൻ, അവൻ എന്ത് ചെയ്യും? ഭണ്ഡാരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഇപ്രകാരം വാക്യം വായിക്കുന്നു, ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. പ്രിയമക്കളെ, ഇന്ന് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നിങ്ങളുടെ ഏത് ആവശ്യവും അറിയുവാൻ, അത് നിവർത്തിപ്പാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. നിന്റെ അകത്തേക്ക് വിശ്വാസം കോരി നിറയ്ക്കപ്പെടട്ടെ. ഓ, നീ സേവിക്കുന്ന ദൈവം ഒരു ഉപവിഗ്രഹമല്ല, ഒരു നാമധേയ നിലവാരമല്ല, ഒരു ഐതിഹ്യമല്ല, ഒരു മനുഷ്യ ദൈവമല്ല, ആൾ ദൈവമല്ല. എന്തിനും എവിടെയും പ്രവൃത്തിയുള്ള ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുവാൻ, ഏത് കെട്ടുമഴിക്കുവാൻ, ഏത് മരിച്ചവനെയും ജീവിപ്പിക്കുവാൻ, ഏത് രോഗിയും സൗഖ്യമാക്കുവാൻ, ഏത് അടിമത്തങ്ങളെയും തകർക്കുവാൻ, ഏത് പ്രവാസത്തിലും കഴിവുള്ള ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ പിതാവിനോട് ഒരാവശ്യം നാം വെക്കുന്നു. എന്തുകൊണ്ടാണ് വെക്കുന്നത്? പിതാവിൻ്റെ കയ്യിൽ അതിന് സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ്. നടുവ് തളർന്ന് കിടക്കുകയാണ്, ഒരു വഴിയില്ല, ഗതിയില്ല, ആഹാരം പോലും കഴിക്കാനുള്ള കഴിവില്ല, ഒന്നിനും കഴിവില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം നശിപ്പിച്ചൊരു പിതാവിനോട് എന്തെങ്കിലും ചോദിക്കുമോ? ഒന്നും ചോദിക്കത്തില്ല. കാര്യം എന്താണ്? നമുക്കറിയാം, ഒന്നും തരാൻ നമ്മുടെ പിതാവിന് കഴിവില്ല. നമ്മുടെ പിതാവ് വ്യത്യസ്തനാണ്, സ്വർഗീയ പിതാവ്. എല്ലാം തക്ക സമയത്ത് ചെയ്യുവാൻ അവന് കഴിവുണ്ട്. അവൻ നശിപ്പിക്കുന്നവനല്ല, പണിയുന്നവനാണ്. അവൻ മൂടിക്കളയുന്നവനല്ല, വലിച്ച് ഉയർത്തുന്നവനാണ്. അവൻ തകർക്കുന്നവനല്ല, ഒതുക്കുന്നവനല്ല. അവൻ്റെ കയ്യിൽ 1000 വഴിയുണ്ട്. only believe, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരു വഴി ഓപ്പണായ മതി, ഒറ്റ വഴി ഓപ്പണായ മതി. ഇട്ടുമൂട് നിലവാരങ്ങൾ അനുഗ്രഹം കൽപ്പിക്കുവാൻ ഒറ്റ വഴിക്ക് കഴിയും. നിന്നെ സഹായിപ്പാൻ ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുമെങ്കിൽ, നിന്റെ വിശ്വാസത്തിന്റെ അതിരുകൾ വിസ്താരമാകുമെങ്കിൽ, ദൈവത്തിൽ ആശ വെക്കുമെങ്കിൽ, ആശ്രയം ദൈവത്തിൽ വെക്കുമെങ്കിൽ, അത്ഭുത വഴികൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ന് പകൽക്കാലം തുറക്കപ്പെടുകയാണ്. നിങ്ങൾ യൗസേപ്പിലേക്ക് ചെല്ലുവീൻ അല്ലേ? അടുത്ത വാക്യം, ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യൗസേപ്പ് പണ്ടികശാലകളൊക്കെയും തുറന്നു. യൗസേപ്പ് എന്ത് ചെയ്തു? പണ്ടികശാലകൾ തുറന്നു. അല്പകാലം മുമ്പ് കെട്ടപ്പെട്ടവനായി മരുഭൂമിയിൽ കൂടെ വലിച്ചിഴക്കപ്പെട്ടവൻ, അല്പകാലം മുമ്പ് പൊട്ടക്കുഴിയിൽ കിടന്നവൻ, അല്പകാലം മുമ്പ് ഒരു വേലക്കാരനെ പോലെ പൊത്തിപ്പേറിന്റെ വീട്ടിൽ ജോലി ചെയ്തവൻ, ചെയ്യാത്ത കുറ്റത്തിന് തടവറയിലായവൻ, തടവറയിലും സഹായം കിട്ടാതെ എന്നാൽ പ്രാർത്ഥന കുറയ്ക്കാതെ പോയവൻ, എവിടൊക്കെ അവനായിരുന്നു അവിടെ എല്ലാം അവൻ പ്രാർത്ഥന മുറികളാക്കി മാറ്റി. നോക്കുക, ഇപ്പോൾ പണ്ടികശാലകൾ തുറക്കുവാൻ തക്കവണ്ണം ദൈവനെ ബലപ്പെടുത്തി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് നീ അടിമത്തത്തിലായിരിക്കാം, കുറവുകളിലായിരിക്കാം, തകർച്ചയിലായിരിക്കാം, പരാജയങ്ങളിലായിരിക്കാം. എന്നാൽ ഈ കർത്താവിൽ, ഈ ദർശനത്തിൽ, ഈ വിശ്വാസത്തിൽ നീ തുടരുമെങ്കിൽ, കർത്താവിനെ വിട്ടുകളയാതെ, പൊട്ടക്കുഴിയെ പരാതി പറയാതെ, പൊട്ടക്കുഴി എൻ്റെ അനുഗ്രഹമാണ്, 10 പേരുടെ ഭവനം എൻ്റെ ഉയർച്ചയുടെ പടിയാണ് എന്ന് ചിന്തിച്ച് കർത്താവിൽ തുടരുമെങ്കിൽ, പണ്ടികശാലകൾ നീ മുഖാന്തരം തുറക്കപ്പെടുന്ന നിലവാരങ്ങൾ നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ യോസേപ്പിന്റെ അടുക്കൽ ചെല്ലുവീൻ. പ്രിയമക്കളെ, അത് ഫറവോൻ പറഞ്ഞപ്പോഴാണ് അതിന് വില വന്നത്. അവിടുത്തെ നാട്ടുകാർ പറഞ്ഞതല്ല, കൂലിക്കാർ പറഞ്ഞതല്ല, അവിടുത്തെ ഏറ്റവും വലിയ ഭരണാധികാരി പറയുകയാണ്,
ഞാൻ പോലും അശക്തനാണ്, ഞാൻ പോലും കഴിവില്ലാത്തവനാണ്. എന്നാൽ യൗസേപ്പിന്റെ അടുക്കൽ ചെല്ലുവേൻ, അവന് ഭണ്ഡാരങ്ങളുണ്ട്, അവൻ പാണ്ഡികശാലകളെ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാനുഷ്യ കരങ്ങളൊക്കെ താണുപോകുന്ന കരങ്ങളാണ്. യെസ്, മാനുഷ്യ സഹായങ്ങളൊക്കെ വ്യർത്ഥമാണ്. പ്രസ്ഥാനങ്ങൾ തകരുന്നതാണ്, സംഘടനകൾ തകരുന്നതാണ്. എന്നാൽ യൗസേപ്പിന്റെ ദൈവം അവൻ ഒരിക്കലും തകരുന്നവനല്ല. അവനെന്നും എന്നും ദൈവമാണ്. ആശ്രയം അവനിലാണെങ്കിൽ നിനക്ക് വേണ്ടി മാത്രമായി പണ്ഡികശാലകളെ തുറക്കുവാൻ അവന് പണ്ഡികശാലകളുണ്ട്. സമാധാനത്തിന്റെ പണ്ഡികശാലകളുണ്ട്, സന്തോഷത്തിന്റെ പണ്ഡികശാലകളുണ്ട്, സമൃദ്ധിയുടെ പണ്ഡികശാലകളുണ്ട്, അനുഗ്രഹത്തിന്റെ നന്മയുടെ കൊയ്ത്തിന്റെ സൗഖ്യത്തിന്റെ പണ്ഡികശാലകൾ നല്ല യൗസേപ്പിനുണ്ട്. അതൊക്കെ സമയത്ത് നിനക്ക് വേണ്ടി അത് തുറക്കും. നല്ല യൗസേപ്പ് ആരാണ്? യേശുവാണ് നല്ല യൗസേപ്പ്. അങ്ങനെ പറയാൻ കാര്യം എന്താണ്? യൗസേപ്പും യേശുവുമായി ഒരുപാട് താരതമ്യങ്ങളുണ്ട്. യൗസേപ്പിനെ 20 വെള്ളിക്കാശിന് വിറ്റു, യേശുവിനെ 30 വെള്ളിക്കാശിന് വിറ്റു. യൗസേപ്പും യേശുവും ആ 30കളിലാണ് കഷ്ടം അനുഭവിച്ചത് അല്ലേ? ആ 30ാമത്തെ വയസ്സുകളിൽ അല്ലേ? ചെറുപ്രായത്തിലാണ് യേശുവും കഷ്ടം അനുഭവിച്ചത്. മാത്രമല്ല, യേശുവും യൗസേപ്പും സ്വന്തം സഹോദരന്മാരിൽ നിന്നാണ് കഷ്ടം അനുഭവിച്ചത്. ചേർത്ത് നിൽക്കേണ്ടവർ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. സ്വന്തം വംശം അവനെ തള്ളിക്കളഞ്ഞു. അവൻ തള്ളിക്കളയപ്പെട്ട ഒരു കല്ലായി, എന്നാൽ അവൻ മൂലക്കല്ലായി മാറി. പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് അത് മൂലക്കല്ലായി മാറി. പ്രിയമക്കളെ, നിങ്ങൾക്കറിയാമോ ഒരു പരമാർത്ഥം? ഇസ്രായേൽ യേശുവിനെ ആരാധിക്കുന്ന എത്രയെത്ര യഹൂദന്മാരുണ്ടെന്നറിയാമോ എന്ന്? അത്രമാത്രം യേശു ഉയർത്തപ്പെട്ടു. യേശുവിനെ ആരാധിക്കുന്ന എത്രയോ യഹൂദന്മാർ ഇന്ന് ഇസ്രായേലിലുണ്ട്. കാര്യം എന്താണ്? യേശു ജീവിക്കുന്ന ദൈവം. വീണ്ടും വായിക്കുന്നു അതേ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. 43-ന്റെ 13-ാമത്തെ വാക്യം. നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ വീണ്ടും ചെല്ലുവീൻ. നോക്കുക, അവിടെ പറയാണ്, ആര് പറയാണ്? യാക്കോബ് പറയാണ്. ആരെടുക്കൽ? യോസേപ്പിന്റെ അടുക്കൽ വീണ്ടും ചെല്ലുവീൻ. ചെല്ലണം, വീണ്ടും ചെല്ലണം. ഒരാമയം പറഞ്ഞാട്ട്. കാര്യം എന്താണ്? വീണ്ടും വീണ്ടും ചെന്നാൽ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കാൻ അവന് ധാരാളമുണ്ട്. എത്ര പേർ മനസ്സിലാക്കുന്നു അതിൻ്റെ ആഴം? നമ്മളൊക്കെ പറയാറുണ്ട്, ഇന്നയാളെ ബുദ്ധിമുട്ടിക്കേണ്ട. കൊച്ചിൻ്റെ കുത്തം കുർബാനയ്ക്ക് അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് സമ്മാനം കൊണ്ടുവന്നതാ, ഒരുപാട് കൊണ്ടുവന്നാ. ഇനി വീടിൻ്റെ കുദാശയ്ക്കും അവരെ വിളിക്കണ്ട, ശല്യപ്പെടുത്തണ്ട. കാര്യം എന്താണ്? ആ വ്യക്തികളുടെ റിസോഴ്സ് അത് കുറയുന്നതാണ്, അത് ലിമിറ്റഡ് ആണെന്ന് ആർക്കറിയാം? നമുക്ക് അറിയാം. പക്ഷേ ഈ യോസേപ്പിന്റെ റിസോഴ്സ് ലിമിറ്റഡ് അല്ല. വീണ്ടും വീണ്ടും ചെന്നാൽ വീണ്ടും വീണ്ടും അനുഗ്രഹിപ്പാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ്. ഏതാവശ്യമാകട്ടെ, ഏതു സമയത്താകട്ടെ, ഏത് അർദ്ധരാത്രി ആയിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് പ്രതികൂലത്തിലായിക്കോട്ടെ, ഏതു സമയത്തും വീണ്ടും വീണ്ടും അനുഗ്രഹിപ്പാൻ ഈ നല്ല യോസേപ്പിന് ശക്തിയുണ്ട്. കരങ്ങളെ ചേർത്തടിച്ച് ഞാൻ ഈ സമയത്ത് ചില കാര്യങ്ങൾ ഞാൻ യേശുവുമായി ബന്ധപ്പെട്ട് പഠിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. യേശുവുമായിട്ട് 3.5 വർഷം ശിഷ്യന്മാർ നടന്നു. 30ാമത്തെ വയസ്സ് മുതലാണ് ശിഷ്യന്മാരെ യേശു സ്വീകരിച്ചത്. 30 വയസ്സ് വരെ യേശുവിന് ശിഷ്യന്മാർ ഇല്ല. 30 വയസ്സ് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് യേശു എന്ത് ചെയ്തത്? ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചാണ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്. അതുവരെ 30 വയസ്സ് വരെയും യേശുവിന് ആരില്ല? ശിഷ്യന്മാർ അമ്മയും അപ്പനും വളർത്തപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. എന്നാൽ 30ാമത്തെ വയസ്സ് മുതൽ 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തു. 3.5 വർഷം
അവർ യേശുവിനൊപ്പം ആയിരുന്നു. പക്ഷേ ഈ 3.5 വർഷത്തിനകത്ത് വലിയ മാറ്റങ്ങളാണ് അവരിൽ സംഭവിക്കുവാനിടയായത്. ഒരാമേൻ പറഞ്ഞാട്ട്. ഞാൻ പറയാറുണ്ട്, സത്യാലയത്തിൽ ഓരോ ദിവസവും നീ ആയിരിക്കുമ്പോൾ നിനക്ക് വരുന്ന മാറ്റം അസാധാരണമാണ്. നിന്റെ ജ്ഞാനം വർദ്ധിക്കുകയാണ്, നിന്റെ വൃത്തി വർദ്ധിക്കുകയാണ്, നിന്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ്, നിന്റെ ആരോഗ്യം വർദ്ധിക്കുകയാണ്, നിന്റെ സമ്പത്ത് വർദ്ധിക്കുകയാണ്, നിന്റെ നല്ല ബന്ധങ്ങൾ വർദ്ധിക്കുകയാണ്, നിന്റെ സന്തോഷം വർദ്ധിക്കുകയാണ്, നിന്റെ സമാധാനം വർദ്ധിക്കുകയാണ്, നിന്റെ കാഴ്ചപ്പാട് വർദ്ധിക്കുകയാണ്, നിന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്, നിന്റെ ഭാവി പ്രത്യാശ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തൊക്കെ മാറ്റങ്ങളാണ് യേശുവിൻ്റെ ജീവിതം കൊണ്ട്, യേശുവുമായി അടുത്ത ഇടപെട്ടത് കൊണ്ട് ശിഷ്യന്മാർക്ക് വന്നത്. അതിനെപ്പറ്റി ഒന്ന് പഠിക്കാനിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു 9 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം യോഹന്നാൻ 13-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ എന്താണ് നല്ല യോസേപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ, നല്ല യോസേപ്പ് ആരാണ്? യേശു. അപ്പോൾ ശിഷ്യന്മാർക്ക് വന്ന കാര്യം, ഒന്നാമത്തെ കാര്യം നോക്കാം. യോഹന്നാൻ 13-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്നുത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യം. നോക്കുക, യേശു ഒരു സാധാരണക്കാരനെ പോലെ അരയിൽ ഒരു അങ്കി ചുറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തുണി ചുറ്റിക്കൊണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ തുടങ്ങി. താഴ്മയോടെ, വിനയത്തോടെ. എന്തിനാണ്? യേശുവിന് അതിന് ആവശ്യമുണ്ടോ? ഇല്ല. എനിക്കും നിനക്കും മാതൃകയായിട്ട്. ഞാൻ പറയാറുണ്ട്, യേശുവിന് പ്രാർത്ഥിക്കണ്ട, യേശുവിന് ഉപവസിക്കണ്ട, യേശുവിന് ഒന്നും ചെയ്യണ്ട, സ്നാനപ്പെടണ്ട. പക്ഷേ എല്ലാം എനിക്കും നിനക്കും മാതൃകയായിട്ടാണ് യേശു ചെയ്തത്. അതുപോലെ ഇവിടെ ഇതാ നോക്കുക, യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ കാലുകൾ എനിക്കും നിനക്കും മാതൃകയായിട്ട് കഴുകുവാൻ തുടങ്ങി. ശീമോൻ പത്രോസ് അടുക്ക് വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, എന്നെ കഴുകണ്ട. കാര്യം എന്താണ്? അവന് ദൈവത്തിൻ്റെ വലിപ്പം അറിയാം. ഒരു സാധാരണക്കാരനല്ല ഈ ദൈവം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആരെ കുറ്റപ്പെടുത്തത്തില്ല. പത്രോസിനെ. പത്രോസ് പറയുകയാണ്, നീ എന്നെ കഴുകണ്ട, ഞാൻ അതിന് യോഗ്യനല്ല. നീ സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്ത ദൈവമാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. സകലത്തെയും ഭരിക്കുന്നവനാണ്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നീ എന്നെ കഴുകണ്ട. അതിനുള്ള യോഗ്യത എനിക്കില്ല. യേശു പറഞ്ഞു, ഞാൻ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. ഒരു വലിയ പരമാർത്ഥമാണ് യേശു വിളിച്ചു പറഞ്ഞത്. യേശുവുമായിട്ട് പങ്കുവേണമെങ്കിൽ യേശുവിൻ്റെ കഴുകപ്പെടലിന് നീ വിധേയപ്പെടണം. ഒരാമേൻ പറഞ്ഞാട്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാം. യേശുവിൻ്റെ അനുഗ്രഹത്തിന് പങ്കുവേണമെങ്കിൽ, യേശുവിൻ്റെ നന്മയ്ക്ക് പങ്കുവേണമെങ്കിൽ, യേശുവിൻ്റെ സമാധാനത്തിന് പങ്കുവേണമെങ്കിൽ അവൻ്റെ കഴുകലിന് നീ വിധേയപ്പെടണം. വചനത്താലുള്ള കഴുകലിന്, രക്തത്താലുള്ള കഴുകലിന്, നാമത്താലുള്ള കഴുകലിന്, വിളിയാലുള്ള കഴുകലിന്, കൃപയാലുള്ള കഴുകലിന് നീ വിധേയപ്പെടണം. എന്നാൽ മാത്രമേ യേശുവുമായി നിനക്ക് പങ്കുള്ളൂ. അത് കേട്ടപ്പോൾ പത്രോസിന് സഹിച്ചില്ല. അയ്യോ, പങ്കില്ലാതെ വരരുത്. നീ വലിയവനായത് കൊണ്ടാണ് ഞാൻ എളിമപ്പെട്ട് സംസാരിച്ചത്. പക്ഷേ നീയുമായി പങ്കില്ലെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് എൻ്റെ കാല് മാത്രമല്ല, കൈയും തലയും കൂടെ. യേശു പറയാണ്, നീ കുളിച്ചിരിക്കുന്നവനാണ്. എങ്ങനെ ഇരിക്കുന്നവനാണ്? കുളിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ നോക്കുക, മുക്കുവനായി നടന്ന പത്രോസ് ഇപ്പൊ ആരായി? കുളിച്ചിരിക്കുന്നവനായി. നോക്കുക, വന്ന രൂപാന്തരം,
വ്യത്യാസം നോക്കുക. നമുക്കറിയാം മുക്കുവന്മാര് നമുക്കവരെ ഇഷ്ടമല്ല. കാര്യം എന്നറിയാമോ? മീൻ നാറ്റം അല്ലേ? പക്ഷെ അവർ കൊണ്ടുവരുന്ന മീൻ നമ്മൾ ബേഷ കഴിക്കും. അതിന് കുഴപ്പമില്ല. അവർ പോയി കട്ടപ്പെട്ട് മീൻ പിടിച്ചോണ്ട് വരും, അത് നമ്മൾ നന്നായിട്ട് കഴിക്കും. പക്ഷെ അവരടുത്ത് വരുമ്പോഴത്തേക്ക് മീൻ നാറ്റം. എടാ, ഞാൻ മീൻ നാറിയത് കൊണ്ടാ നീ എന്ത് ചെയ്തത്? നീ നല്ല മീൻ കൂട്ടുന്നത് എന്ന് ചിന്ത നമുക്കില്ല അല്ലേ? അപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുക, വളരെ കഷ്ടപ്പെട്ട് മുഷിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? ഈ മീനെ പിടിക്കുന്നത്. എന്നാൽ യേശുവുമൊത്തുള്ള യാത്രയിൽ കുളിക്കുന്ന നിലവാരങ്ങളിലേക്ക് ആരുയർന്നു? ശീമോൻ പത്രോസ് ഉയർന്നു. വൃത്തിയുള്ളവനായി, ശുചിത്വമുള്ളവനായി. രാമേൻ പറഞ്ഞാട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും ശുദ്ധിയായിട്ടല്ലേ വന്നത്? മാർക്കറ്റിൽ പോകുന്ന പോലാണോ അവിടെ വന്നത്? അല്ല. കാര്യം എന്താണ്? നിങ്ങൾ പോകുന്ന ആലയത്തെക്കുറിച്ച് നിങ്ങളുടെ അകത്തൊരു ബോധമുണ്ട്. ഞാൻ പോകുന്നത് മാർക്കറ്റിലേക്കല്ല, ഞാൻ പോകുന്നത് ഒരു സാധാരണ തലത്തിൽ വൃത്തിയുള്ള, എന്നെ ആൾക്കാർ കാണുന്ന, നോക്കുന്ന, കേൾക്കുന്ന ഒരു നല്ല സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അതെന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കാറുണ്ട്, പണ്ട് കർത്താവിനെ അറിയാത്ത കാലത്ത് ഒരു കൈലി എടുത്ത് ഇവിടെയൊക്കെ കറങ്ങി നടക്കും. ഒരു കൈലി, ആ കൈലിയാണെങ്കിൽ ഈ ഗൾഫ് കൈലിയാ, അത് ചുരുണ്ട് അവസാനം കാലിൻ്റെ തുടയെല്ലാം കാണുന്നില്ല ആഴത്തിൽ ആ കൈലി എടുത്തിരിക്കുന്നത്. കാരണം ചുരുണ്ട് പോയി ഈ ഗൾഫ് കൈലി, അത് ഉടുത്താണ് നടക്കുന്നത്. ഇന്നോ എത്രമാത്രം മാന്യതയായി അല്ലേ? വസ്ത്രധാരണത്തിൽ മാറ്റമുണ്ടായി, ശുദ്ധീകരണത്തിൽ മാറ്റമുണ്ടായി, സൗന്ദര്യത്തിൽ മാറ്റമുണ്ടായി. എന്തെല്ലാം കാര്യങ്ങളാണ് മാറ്റം ദൈവം ചെയ്യുന്നത്. നോക്കുക, വൃത്തിയുള്ളവനായി മാറി. ആര്? പത്രോസ്. അതാണ് വരുന്ന രൂപാന്തരം. മാത്രമല്ല യേശു പറയുകയാണ്, നീ ശുദ്ധിയുള്ളവനായി തീരുകയാണ്. വചനത്താൽ നീ എന്ത് ചെയ്യണം? ഞാൻ നിന്നെ കഴുകുമ്പോൾ നീ, അപ്പോൾ ഓരോ ദിവസവും ഭൗതിക വൃത്തി മാത്രമല്ല, പുറമേയുള്ള വൃത്തി മാത്രമല്ല, അകമേയും നാം ശുചിത്വമുള്ളവരായി മാറുകയാണ്. അകത്തെ മനുഷ്യനെ കഴുകുവാൻ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ കഴിയൂ. പുറത്തെ മനുഷ്യനേക്കാൾ വിലപ്പെട്ട ഒരു അകത്തെ മനുഷ്യൻ എനിക്കും നിനക്കുമുണ്ട്. അതിനെ യേശു വചനത്താൽ ഇന്ന് പകൽക്കാലവും കഴുകുകയാണ്, രക്തത്താൽ കഴുകുകയാണ്. നീ നവീകരിക്കപ്പെടുകയാണ്. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് വീണ്ടും അടുത്ത രൂപാന്തരം ഞാൻ നോക്കി. മത്തായി 26-ാം അധ്യായം 73-ാമത്തെ വാക്യം. എന്താ അവരിൽ വന്ന രൂപാന്തരം? മത്തായി 26-73. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നോക്കുക, യേശു പറഞ്ഞു, പത്രോസേ, 3 നേരം നീ എന്നെ തള്ളിപ്പറയും. കോഴി കൂകും മുമ്പേ 3 വട്ടം നീ എന്നെ. നീ തള്ളി പറഞ്ഞില്ല, പ്രാകാൻ തുടങ്ങി. ഇല്ല ഇല്ല ഇല്ല. അപ്പോഴിതാ ഒരാൾ വന്ന് പറയുകയാണ്, നീയും യേശുവിന്റെ കൂടെയുള്ള ആളാണല്ലോ. നമ്മളാണെങ്കിൽ അതിനപ്പുറം പറഞ്ഞേനെ. പത്രോസിനെ ഒന്നും കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. കാര്യം പറഞ്ഞ അങ്ങനെയാണ് അന്തരീക്ഷം. ആകെയുള്ള ദൈവത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏക ആശ്രയമായ യേശുവിനെ അറസ്റ്റ് ചെയ്തു. ഒരു സഹായവുമില്ല അല്ലേ? എവിടെയും പ്രതികൂലം മാത്രം. നമ്മളായിരുന്നെങ്കിൽ ഓടിയാന്. പത്രോസ് അല്പം കൂടെ വിശ്വാസമുള്ളവനായതുകൊണ്ട് അവിടെ പിടിച്ച് നിന്നു അല്ലേ? നമ്മളൊക്കെ ബാക്കി 11 പേരെ എവിടെ പോയി? ബാക്കി 10 പേരെ എവിടെ പോയി? ഒരാളുടെ കാര്യം തൂക്കിച്ചെത്തു പോട്ടെ, ബാക്കി 10 പേരെ എവിടെ പോയി? അവരെല്ലാം വീട്ടുകളിൽ ഓടിപ്പോയി. പത്രോസ് അല്പം കൂടെ പിടിച്ചു നിന്നു. പക്ഷേ അവൻ അവിടെ തള്ളി പറഞ്ഞില്ലെങ്കിൽ അവന്റെ ജീവൻ പോകുമെന്ന് അവന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഡിസോൺ യേശുവിനെ തള്ളിപ്പറഞ്ഞു. അവർ പറയാണ്, നീയും അവന്റെ കൂടെ ഉള്ളവനാണല്ലോ. നിന്റെ ഉച്ചാരണം അത് വ്യക്തമാക്കുന്നു. മനസ്സിലായോ? അവന്റെ ഉച്ചാരണം എന്ന അർത്ഥം എന്താണ്? 3.5 വർഷം യേശുവിനൊപ്പം സഞ്ചരിച്ചപ്പോൾ ഉച്ചാരണം മാറി. ഒരാമേൻ പറഞ്ഞാട്ട്.
ഇതൊക്കെ നമ്മളിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വൃത്തിക്ക് മാറ്റം വരുന്നു, ശുചിത്വം വർദ്ധിക്കുന്നു, ഉച്ചാരണം പോലും യേശുവിൻ്റെ ഉച്ചാരണമായി മാറ്റപ്പെടുന്നു. ഓ, ഈ മാറ്റങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? യേശുമൊത്തുള്ള യാത്ര എന്തെല്ലാം മാറ്റങ്ങളാണ് നിന്നിൽ വരുത്തുന്നത്. വൃത്തിയുള്ളവനാക്കി, ശുചിത്വമുള്ളവളാക്കി മാറ്റുമ്പോൾ ഉച്ചാരണം പോലും യേശുവിന്റെ ഉച്ചാരണത്തിന് ഒത്തുചേരുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ വേറൊരു മർമ്മം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. മതി, നോക്കുക, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും എന്ത് കണ്ടു? ധൈര്യം. കാരണം ഒരു വലിയ സമൂഹം മുഴുവൻ എതിരായി നിൽക്കുമ്പോഴും ധൈര്യത്തോടെ നിൽക്കുന്ന പത്രോസും യോഹന്നാനും, അത് ലോക മനുഷ്യനെ ആശ്ചര്യപ്പെടുത്തി. ഒരു കാര്യം ഗ്രഹിച്ചു, ഇത് ഇവരുടെ കുടുംബസ്വത്തല്ല, ഇവർ യേശുവിനൊപ്പം ആയിരുന്നവരാണ്. അവിടെ വായിക്കുന്നത് എന്താണ്? അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. 3.5 വർഷം യേശുവിനൊപ്പം ഇവർ പാർത്തപ്പോൾ ഇവരുടെ ഭയം മാറി, ഇവർക്ക് ധൈര്യം കിട്ടി. ഏതു സമൂഹത്തിലും അജയ്യമായി പ്രവർത്തിപ്പാൻ, സംസാരിക്കുവാൻ, തല ഉയർത്തി നിൽക്കുവാൻ, നെഞ്ച് വിരിച്ചു നിൽക്കുവാൻ ഇവർക്ക് ധൈര്യം കിട്ടി. അതാണ് യേശുവിനൊപ്പം ജീവിച്ചപ്പോൾ അവർക്കുണ്ടായ രൂപാന്തരം. മക്കളെ, ഈ ഒരു ധൈര്യം നമ്മളിലൊക്കെ ഉണ്ട് കേട്ടോ. പഴയ വ്യക്തികളല്ല നമ്മൾ. എവിടെയും ധൈര്യത്തോടെ നിൽക്കുവാൻ അധികാരമുള്ളവരാണ്. ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളുടെ കാര്യമല്ല. ശിഷ്യത്വം സ്വീകരിച്ച, യഥാർത്ഥമായി യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കാര്യമാണ്. അതിൽ ഒരുവൾ നീയാകട്ടെ. ഹല്ലേലൂയ. നോക്കുക, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം, അവർ നോക്കപ്പെടുത്തേക്ക് ഇവരെ സഹായിപ്പാൻ പ്രസ്ഥാനങ്ങളില്ല, ഇവരെ സഹായിപ്പാൻ സംഘടനകളില്ല, ഇവരെ സഹായിപ്പാൻ മതങ്ങളില്ല, ഇവരെ സഹായിപ്പാൻ പള്ളി പ്രമാണികളില്ല, ഇവരെ സഹായിപ്പാൻ രാജാക്കന്മാരില്ല, ഇവരെ സഹായിപ്പാൻ ഹെരോദാവില്ല, ഇവരെ സഹായിക്കാൻ പടയാളികളില്ല. എങ്കിലും അവർ ധൈര്യത്തോടെ നിൽക്കുന്നു. അതിനുപരി ഇവർ പറയുന്ന യേശു മരിച്ച് എവിടെയോ പോയി. അവർക്ക് അറിയില്ലല്ലോ സ്വർഗത്തിൽ പോയ കാര്യം. യേശുവിനെ കാണാനില്ല, നായകൻ ഇല്ലാഞ്ഞിട്ടും ഇതാ അവർ ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നു. കാര്യം എന്താണ്? ഇത് അസാധാരണ കാര്യമാണ്. യേശുവിനൊപ്പമായിരുന്നപ്പോൾ ഇവർ പണിയപ്പെടുകയായിരുന്നു. ഇവിടെ അകത്തെ ഭയങ്ങളെ യേശു എടുത്തു മാറ്റി. അതിലുപരി ഇവർ സേവിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ടാണ് യേശുവിന്റെ ധൈര്യം ഇവരിൽ വ്യാപരിക്കുന്നത്. രാമൻ പറഞ്ഞാട്ട് നമുക്ക് ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ കഴിയും. വെറുതെ മനസ്സിനെ ഇട്ട് അലട്ടരുത്, വെറുതെ ഇട്ട് ചുമ്മാ ചിന്തിച്ച് കൂട്ടരുത്. നിന്നെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. കൂളായിട്ടിരിക്കുക. മാർത്തയെ പോലെ കിടന്ന് ചെലമ്പരുത്. മറിയെ പോലെ കൂളായിട്ടിരിക്കുക. യേശു വന്നിട്ടും മറി എവിടെ ഇരിക്കുകയാണ്? മറിയക്കറിയാം, എന്നെ തേടിയാണ് വന്നതെങ്കിൽ എന്നെ അവൻ വിളിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണെങ്കിൽ യേശു വന്ന് എന്നെ വിളിക്കും. അവൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു. മാർത്ത അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. മാർത്ത വന്ന് പറയാണ്, യേശു പറഞ്ഞു, അവളെ വിളിക്ക്. എനിക്ക് കാണേണ്ടത് മാർത്തയല്ല, എനിക്ക് കാണാൻ എന്നിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറിയ. ഓ, ഗുരു വിളിക്കുന്നു. മറിയേ, ഗുരു നിന്നെ വിളിക്കുന്നു. ആ വിളി കേട്ടിട്ടാണ് മറിയ എഴുന്നേറ്റത്. അതാണ് അവിടെ അകത്തുള്ള ധൈര്യം.
നിന്നെ വിളിക്കുന്ന ഒരു ഗുരുവുണ്ട്. നിന്റെ സഹായ സമയത്ത്, ആവശ്യ സമയത്ത് നിന്നെ തള്ളിക്കളയുന്നവനല്ല. നിന്നെ തേടി വന്നിട്ട് അവൻ പ്രഖ്യാപിക്കുന്ന കാര്യം, ഞാൻ വന്നത് നിനക്ക് വേണ്ടി മാത്രമായിട്ടാണ്. ആവലാതി പറയുന്ന മാർത്തയ്ക്ക് വേണ്ടിയല്ല, മറിയെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പാദപിടിരുന്ന, എൻ്റെ വചനം സ്വീകരിച്ച് നല്ല അംശം തിരഞ്ഞെടുത്ത് നല്ല മറിയെ നിനക്ക് വേണ്ടിയാണ് ഞാൻ വെളിപ്പെട്ടത്. ഞാൻ നിന്നെ വിളിക്കുന്നു. നോക്കുക, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാണ്. അപ്പോൾ തന്നെ അവിടെ എഴുതിയിരിക്കുന്നവർ പഠിപ്പില്ലാത്തവരാണ്, അവർ സാമാന്യരായ ജനങ്ങളാണ്. അന്നത്തെ കാലത്ത് പഠിപ്പുള്ളവരുണ്ട്, വിദ്വാൻമാരുണ്ട്, ജ്ഞാനികളുണ്ട്. അതിലൊന്നും കൂട്ടാൻ ആരെ കൊള്ളത്തില്ല, യോഹന്നാനെയും. പക്ഷേ എങ്കിലും അവരുടെ ധൈര്യം അസാധാരണമാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, ലോകം പറയട്ടെ വിദ്യാഭ്യാസമില്ലാത്തവൾ, ലോകം പറയട്ടെ വലിയ പദവിയില്ലാത്തവളെന്ന്, എന്നാൽ യേശുവുമായി നിനക്ക് ബന്ധമുണ്ടെങ്കിൽ അവിടെയൊക്കെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ ധൈര്യം നിന്നിൽ വ്യാപരിക്കുകയാണ്. ഏതു സംസ്ഥാനത്തും, ഏതു സാഹചര്യത്തിലും, ഏതു സ്ഥലത്തും, ഏതു ബന്ധുവിൻ്റെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ ധൈര്യം നിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. അത് നിന്നെ വ്യത്യസ്തയാക്കി മാറ്റുകയാണ്. അജയ്യമായി തുടരും. നിന്നെ കാണുമ്പോൾ യേശുവിനെ കാണത്തക്ക നിലവാരങ്ങളിൽ, യേശുവിന് മഹത്വം പോകുന്ന നിലവാരങ്ങളിൽ നിന്നെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കുവാൻ ധൈര്യത്തിന് ശക്തിയുണ്ട്. അപ്പോൾ 1 ശുദ്ധി, 2 ഉച്ചാരണം, 3 ധൈര്യം. വീണ്ടും അവകാശബോധം. മത്തായി 14 അധ്യായം 28 വാക്യം ഒന്ന് വായിച്ചേ. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. നോക്കുക, യേശു കടലിന്മേൽ നടന്നു. അത് ആര് കണ്ടു? പത്രോസ് കണ്ടു. പത്രോസ്, നീയാകുന്നുവെങ്കിൽ എനിക്കും നടക്കണം. അപ്പോൾ അവകാശബോധം. ഒരമ്മൻ പറഞ്ഞാട്ടെ, എൻ്റെ ഗുരുവിന് ചെയ്യാൻ കഴിയുന്നതൊക്കെയും എനിക്കും ചെയ്യാൻ കഴിയും. മാത്രമല്ല, എൻ്റെ ഗുരു എന്ത് ചെയ്യുന്നോ അത് ചെയ്യുവാൻ എനിക്ക് അവകാശമുണ്ട്. ഒരമ്മൻ പറഞ്ഞാട്ടെ, അവൻ പറയുകയാണ്, നീയാകുന്നുവെങ്കിൽ എനിക്കും വെള്ളത്തിന്മേൽ നടക്കണം. ചിലപ്പോൾ ഈ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു കാണും, ഉണ്ടായിരുടെ ഇവിടെ, അത് യേശുവാ, നീ മുക്കുവനായ പത്രോസാ, യേശു അങ്ങനെ കാണിക്കും, നീ ചാടിയാലുണ്ടല്ലോ മുങ്ങിപ്പോവേ. പല അഭിപ്രായങ്ങളൊക്കെ ആര് കേട്ട് കാണും? പത്രോസ്. അതൊന്നും അവനെ ക്ഷീണിപ്പിച്ചില്ല. അവന്റെ കണ്ണ് എവിടെ ആയിരുന്നു? യേശുവിൻ്റെ മുഖത്തായിരുന്നു. അവന്റെ വേർഷൻ വേറെയാണ്. അവൻ പറയുന്നത്, ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ അവകാശിയാണ്. യേശു നടക്കുന്നെങ്കിൽ എനിക്ക് നടക്കാം, യേശു ഉയർപ്പിക്കുന്നെങ്കിൽ എനിക്കും ഉയർപ്പിക്കാം, യേശു സൗഖ്യമാക്കുന്നെങ്കിൽ എനിക്കും സൗഖ്യമാക്കാം, യേശു കെട്ടഴിക്കുന്നെങ്കിൽ എനിക്കും കെട്ടഴിക്കാം, യേശു കെട്ടുന്നെങ്കിൽ എനിക്കും കെട്ടാം, യേശു ഉയർപ്പിക്കുന്നെങ്കിൽ, യേശു മാനസാന്തരപ്പെടുന്നു എനിക്കും, യേശു പാപങ്ങളെ നിർത്തുന്നുവെങ്കിൽ എനിക്കും പാപങ്ങളെ നിർത്തുവാൻ അധികാരമുണ്ട്. യേശു വെളിച്ചമെങ്കിൽ ഞാനും ലോകത്തിൻ്റെ വെളിച്ചം. യേശു ഭൂമിയുടെ ഉപ്പെങ്കിൽ ഞാനും ഭൂമിയുടെ ഉപ്പ്. അവകാശ ബോധത്തിലേക്ക് ആരുയർന്നു? എല്ലാവരും ഉയർന്നില്ല കേട്ടോ. അടുത്തു നിന്ന പത്രോസ് ഉയർന്നു. എപ്പോഴും ഓർക്കുക, അടുത്തു വന്നാലേ ഈ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കൂ. ഈ ആനുകൂല്യങ്ങൾ പലതും അടുത്തു വന്നവർക്ക് കിട്ടിയ ആനുകൂല്യം. ഇന്നർ സർക്കിളിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇന്നർ സർക്കിളിലേക്ക് വന്നു. അവർക്കാണ് എന്ത് കിട്ടിയത്? അധികാരം കിട്ടിയത്, അവകാശ ബോധം കിട്ടിയത്, ശുദ്ധീകരണം കിട്ടിയത്, ധൈര്യം കിട്ടിയത്. വിശ്വസിക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ അവകാശ ബോധം ഒരു നന്മയാണ് യേശുമായി അടുത്ത് ഇടപെടുമ്പോൾ. വിശ്വാസം. മത്തായി 9:2 വാക്യം. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ 4 പേർ, ആ പക്ഷപാതക്കാരനെ ചുമന്ന 4 പേർ യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കണം. ഇല്ലെങ്കിൽ ഇത്രയും വിശ്വാസം അവർക്ക് ലഭ്യമാകുകയില്ല. എൻ്റെ ഒരു നിഗമനമാണ്. ഒരു ആമേൻ പറഞ്ഞാട്ട്.
യേശു ആ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു അവരുടെ ഒരു സ്നേഹിതനെ കുറിച്ച്. നാളുകളായി കിടക്കയിൽ കിടക്കുകയാണ്, പക്ഷവാതം പിടിച്ച് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുകയാണ്. അവർ 4 പേര് കൂടി ചിന്തിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ ചുമന്നുകൊണ്ട് വരാൻ ഒക്കത്തില്ല, അവനല്പം ഭാരമുള്ളവനായിരിക്കും, മേ ബി ആയിരിക്കാം, എന്തുമായിക്കോട്ടെ, കിടക്കയോടെ അവനെ ചുമന്നു കൊണ്ടുവരണം. 4 പേർ വിശ്വാസത്തിൽ ഐക്യമത്യപ്പെട്ടു. യേശുവുമായുള്ള ജീവിതം അവരെന്താക്കി മാറ്റി? വിശ്വാസമുള്ളവരാക്കി മാറ്റി. ഓരോ ദിവസവും ദൈവത്തിൽ വിശ്വാസം ലഭിക്കുന്നുവെങ്കിൽ നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. നീ മുഖാന്തരം അനേകം പേർ ചുമക്കപ്പെടുകയാണ്. നീ മുഖാന്തരം അനേകം യേശുവിൻ്റെ അടുക്കിലേക്ക് വലിച്ചടിപ്പിക്കപ്പെടുകയാണ്. നീ ഒരു സൗഖ്യമായി മാറുകയാണ്, നീ ഒരു സമാധാനമായി മാറുകയാണ്, നീ ഒരു ഉയർപ്പായി മാറുകയാണ്, നീ ഒരു നന്മയായി മാറുകയാണ്, നീ ഒരു കൊയ്ത്തായി മാറുകയാണ്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് വ്യക്തിയോട് സ്തുതിക്കട്ടെ. വിശ്വാസം യേശുമായി അടുത്തിടപെടുമ്പോൾ ഉണ്ടാകുന്ന രൂപാന്തരം എന്താണ്? വിശ്വാസം. വീണ്ടും നല്ലത് മനസ്സിലാക്കാനുള്ള കഴിവ്. മത്തായി 17:4 അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നമുക്കറിയാം, യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് എവിടെ പോയി? മറു രൂപ മലയിൽ പോയി. എന്തിന്? രൂപാന്തരപ്പെടുവാൻ. അവിടെ ചെന്നപ്പോൾ മോശയും ഏലിയാവും ആരോട് സംസാരിച്ചു? യേശുവിനോട് സംസാരിച്ചു. ദൈവ സാന്നിധ്യം ശക്തമായി അവിടെ ഇറങ്ങി വന്നു. അവിടെ ആ യേശുവിൻ്റെ ആ വസ്ത്രം മിന്നുന്ന വെള്ളയായി മാറി. അവൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി. അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു പ്രാർത്ഥിച്ചപ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. എവിടെ? മറു രൂപമലയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ മുഖം മാറി. നീയും സത്യാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുഖം മാറും. മ്ലാനമായ മുഖം മാറും, വിഷാദമായ മുഖം മാറും, നിരാശയുടെ മുഖം മാറും, കരിവാളിപ്പിന്റെ മുഖം മാറും. മുഖം തേജസ്സുള്ളതായി, സന്തോഷമുള്ളതായി, വെളിച്ചമുള്ളതായി മാറുകയാണ്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച്. പത്രോസിന് അതങ്ങ് ഇഷ്ടപ്പെട്ടു. അവൻ പറയാണ്, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഒരാമേൻ പറഞ്ഞാണ്ട്. പ്രിയമക്കളെ, വചനം കേൾക്കുമ്പോൾ, വിശ്വാസം വർദ്ധിക്കുമ്പോൾ, കാഴ്ചപ്പാട് കിട്ടുമ്പോൾ, നിരാശകൾ ഓടി മറയുമ്പോൾ, ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നീയും പറയണം, ഇവിടെ ഇരിക്കുന്നത് നല്ലത്, 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 നല്ലത്. എവിടെല്ലാം ഞാൻ പോയി അലഞ്ഞു തിരിഞ്ഞു, അവിടെ ഒന്നും ലഭിക്കാത്ത സമാധാനം, ഒരു തണുപ്പ്, ഒരു കുളിർമ എനിക്ക് ലഭിക്കുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. നല്ലത് മനസ്സിലാക്കാനുള്ള കഴിവ്, അത് വല്ലാത്ത കഴിവാകട്ടെ. ഒരമ്മ പറഞ്ഞാട്ടെ, എത്രയെത്ര ജീവിതങ്ങളാണ് നല്ലത് മനസ്സിലാക്കാൻ കഴിയാതെ ഇന്നും ക്രിസ്ത്യൻ സമുദായത്തിൽ വിഗ്രഹങ്ങളെ സേവിച്ച് കഴിയുന്നത്. നല്ലത് ആരാണ്? യേശുവാണ് നല്ലത്. ഒരമ്മ പറഞ്ഞാട്ടെ, അപ്പോൾ തന്നെ ആരെ തേടി പോവുകയാണ്? അമ്മ മറിയത്തെ തേടി പോവുകയാണ്, അല്ലെങ്കിൽ പുണ്യവാളന്മാരെ തേടി പോവുകയാണ്, പുണ്യവാളത്തിമാരെ തേടി പോവുകയാണ്. നല്ലതാരാണ്? യേശു. എന്നാൽ കൃപയാൽ നമുക്ക് നല്ലത് തിരിച്ചറിയുവാൻ ഒരു ഭാഗ്യം കിട്ടിയെങ്കിൽ അത് വിളിച്ചു പറ, ഇവിടെ ഇരിക്കുന്നത് നല്ലത്, സത്യാലയത്തിൽ ഇരിക്കുന്നത് നല്ലത്, സത്യ കൂട്ടായ്മ നല്ലത്, സത്യ കാഴ്ചപ്പാടുകൾ നല്ലത്, ദൈവത്തിന്റെ വലിപ്പം പറയുന്ന സ്ഥലം നല്ലത്, വിശ്വാസവാക്ക് പറയുന്ന സ്ഥലം നല്ലത്, വചനം സ്വീകരിക്കുന്ന സ്ഥലം നല്ലത്, കർത്താവിന്റെ മേശയുള്ള സ്ഥലം നല്ലത്, 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 നല്ലത്. ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അവൻ പറയാണ്, ഞാൻ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. നിങ്ങൾ വിചാരിക്കും വിഗ്രഹാരാധനയാണോ? അല്ല. ആ ദൈവ സാന്നിധ്യം അല്പം കൂടെ തുടരണമെന്ന് ആരാഗ്രഹിച്ചു? അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? നല്ല കാര്യമാണ്. നോക്കുക, അവൻ ആഗ്രഹിച്ച കാര്യം എന്താണ്? ഈ നല്ലത്
അല്പം കൂടെ തുടരണം. ഈ നല്ല സമാധാനം എത്ര പേർക്ക് താല്പര്യമുണ്ട്? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ നല്ല നിലവാരങ്ങൾ അല്പം കൂടെ മുന്നോട്ട് പോകണം. ഈ നല്ല സമാധാനം അല്പം കൂടെ എനിക്ക് ലഭ്യമാകണം. ഈ നല്ല കൂട്ടായ്മ അല്പം കൂടെ എനിക്ക് ലഭ്യമാകണം. ഈ നല്ല വചനങ്ങൾ അല്പം കൂടെ എനിക്ക് ലഭ്യമാകണം. ഈ നല്ല വിശ്വാസം അല്പം കൂടെ ലഭ്യമാകണം. ഈ നല്ല ഭാവി പ്രത്യാശ അല്പം കൂടെ ലഭ്യമാകണം. ഈ കർത്താവിന്റെ മേശ അല്പം കൂടെ ലഭ്യമാകണം. ഈ ദർശനങ്ങൾ അല്പം കൂടെ, ഈ വാഞ്ച അല്പം കൂടെ, ഈ പ്രതീക്ഷ അല്പം കൂടെ. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതായിരിക്കട്ടെ പത്രോസിനെ പോലെ നിന്റെയും ചിന്ത. എൻ്റെ ആലയത്തിൽ ദൈവ സാന്നിധ്യം നിലനിർത്തുവാൻ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഒരാമയം പറഞ്ഞാണ്. രണ്ട് കാര്യം ചെയ്താൽ മതി, വേറൊന്നും വേണ്ട, കൂടുതലൊന്നും വേണ്ട. വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം വരത്തക്കവണ്ണം ദൈവത്തിൻ്റെ വലിപ്പവും വിശ്വാസ വാക്കുകളും ആലയത്തിൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അവിടെ ദൈവ സാന്നിധ്യം തുടരും. ഒരാമയം പറഞ്ഞാട്ട് നീ പോകുന്ന ആലയത്തിൽ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം വെളിപ്പെടുമാറ് ദൈവത്തിൻ്റെ വലിപ്പവും ദൈവത്തിൻ്റെ വിശ്വാസ വാക്കുകളും പറയാൻ കഴിയുമെങ്കിൽ ആലയത്തിൽ ദൈവ സാന്നിധ്യം തുടരും. വിശ്വാസമില്ലാത്ത അന്തരീക്ഷത്തിൽ യേശുവിന് പ്രവൃത്തിയില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പോകുന്ന ആലയത്തിൽ പ്രവചനമുണ്ടായിരിക്കാം, നീ പോകുന്ന ആലയത്തിൽ ഒരുപാട് സംവിധാനം ഉണ്ടായിരിക്കാം, നീ ഓൺലൈനിൽ കാണുന്നവരെ നീ പോകുന്ന ആലയത്തിൽ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരിക്കും. അതിലൊന്നുമല്ല കാര്യം. ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെടുമാറ് ദൈവത്തിന്റെ വലിപ്പവും വിശ്വാസ വാക്കുകളും നിന്റെ ആലയത്തിലുണ്ടെങ്കിൽ അവിടെയാണ് യേശുവിന് പ്രവൃത്തിയുള്ളത്. അവിടെ ഇരിക്കുന്നതാണ് നല്ലത്, 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 നല്ലത്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകാം. എന്താണ് രൂപാന്തരം? 7ാമത്തെ കാര്യം പറഞ്ഞോട്ടെ. മത്തായി 16-ാം അധ്യായം 16-ാമത്തെ വാക്യം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നോക്കുക, മീൻ പിടിച്ച് നടന്ന പത്രോസ്, മുക്കുവനായ പത്രോസ്. യേശു പറഞ്ഞു, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിന്നെ ആരാക്കി മാറ്റും? മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും. തുടക്കത്തിലെ രൂപാന്തരത്തിന്റെ വാഗ്ദത്തം ദൈവം കൊടുത്തു. എന്നെ അനുഗമിക്കേ, നക്കാപ്പിച്ച വല്ലതും തരാം എന്നാണോ? ഇല്ല, എന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. യേശുവിനൊപ്പം യാത്ര ചെയ്തു. അത് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഒരു ചോദ്യം യേശു ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? 11 പേർ വാചാലരായി. അവർ പറഞ്ഞു, ഓ, ചിലർ ഏലിയാവെന്ന് പറയുന്നു, ചിലർ ഇരമ്യാവെന്ന് പറയുന്നു, ചിലർ പ്രവാചകന്മാർ ഒരുവനെന്ന് പറയുന്നു. അടുത്ത ചോദ്യം, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? 11 വായ അങ്ങടച്ചു, ഒന്നും പറയാനില്ല. ഞാൻ ചോദിക്കട്ടെ മക്കളെ, നിനക്ക് വല്ലതും പറയാനുണ്ടോ യേശുവിനെ കുറിച്ച്? പറയാൻ അറിയണം, പറയാൻ പഠിക്കണം. അതാണ് നിന്റെ വളർച്ച. ദുഃഖത്തോടെ പറയട്ടെ മക്കളെ, സൂപ്രണ്ടിന്റെ ക്വാളിറ്റികൾ അറിയാം, സൂപ്രണ്ടിന് എന്താണ് ആവശ്യമുള്ളതെന്ന് അറിയാം. ചൊവ്വാഴപ്പഴം വേണോ, അല്ലെങ്കിൽ ബിരിയാണി വേണോ, ഇതെല്ലാം യേശുവിൻ്റെ ആവശ്യം അറിയത്തില്ല. സൂപ്രണ്ടിന്റെ പേരറിയാം, യേശുവിൻ്റെ പേരറിയത്തില്ല. അതാണ് ഇന്നത്തെ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ. ഹല്ലേലൂയ. സമാന്തരമായി പോകുന്ന നിലവാരങ്ങൾ. എന്നാൽ പത്രോസ് വ്യത്യസ്തനാണ്. അവൻ ആരെ അറിയാം? അവൻ്റെ ഉടയവനെ അറിയാം, അവൻ്റെ നാഥനെ അറിയാം. ഓ യേശു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീ വലിയ ദൈവം, നീ അസാധാരണ ദൈവം, സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്തവന്റെ മകൻ. ബെറിയോനാ ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, ശിമോനെ, നീ സമാന്തരമായി പോകുന്നവനല്ല, നീ ലംബമായി പോകുന്നവനാണ്. നിന്റെ ബന്ധം മനുഷ്യനുമായിട്ടല്ല,
ജഡരക്തങ്ങളുമായിട്ടല്ല, നിനക്ക് പിതാവുമായി ഒരു ബന്ധമുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ട്, ഓ സകലത്തെയും ചമച്ച, സകലത്തിനും കാരണഭൂതനായ, സകലത്തിനും നടത്തിപ്പുകാരനായ, എവിടെയും പ്രവൃത്തിയുള്ള പിതാവുമായി നിനക്കൊരു ബന്ധമുണ്ട്. ഇത് പിതാവ് നിനക്ക് വെളിപ്പെടുത്തിയ കാര്യമാണ്. അതിന്റെ അർത്ഥം ഇതാണ്, നീ പിതാവുമായി സമയം ചെലവഴിക്കുന്നുണ്ട്. എന്നോട് കേട്ടും പഠിച്ചത് നീ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ നീ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉയരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, പിതാവേ നീ എന്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു പറഞ്ഞ് നീ പിതാവിനോട് യാചിക്കുന്നുണ്ട്. ആ പിതാവാണ് ഇത്രയും ശ്രേഷ്ഠമായ വെളിപ്പാട്, ദൈവത്തിന്റെ വലിപ്പം നിനക്ക് വെളിപ്പെടുത്തി തന്നത്. തീർന്നില്ല, നിനക്ക് ഞാൻ താക്കോൽ തരികയാണ്. എന്തിന്? കെട്ടുവാനും അഴിക്കുവാനുള്ള താക്കോൽ. കാര്യം, നീ സമയങ്ങൾ പാഴാക്കിയില്ല. നീ പിതാവുമായി ബന്ധപ്പെട്ട് എന്നെക്കുറിച്ചുള്ള വെളിപ്പാട് നീ ഏറ്റെടുത്തു. നീ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം പ്രയോഗിപ്പാൻ നടന്നില്ല. യൂദായെ പോലെ സഞ്ചിയും പോക്കറ്റിലിട്ട് എന്നെ വിറ്റുകളയുന്ന, വിറ്റു പണമാക്കുന്ന നിലവാരങ്ങളിലേക്ക് നീ തരം താണു പോയില്ല. നീ എന്നെ പഠിച്ചു, നീ എൻ്റെ വലിപ്പം മനസ്സിലാക്കി, നീ ദൈവമാരാണെന്ന് ബോധ്യപ്പെട്ടുള്ളവനായി മാറി, നീ ആഴങ്ങളിലേക്ക് കാഴ്ചപ്പാടുള്ളവനായി നീ ഉയർത്തപ്പെട്ടു. അതുകൊണ്ട് നിന്നെ കൊണ്ട് കെട്ടഴിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്, നിന്നെ കൊണ്ട് കെട്ടുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുന്നു. നോക്കുക, ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കാനുള്ള കഴിവാർക്ക് കിട്ടി? അടുത്തു വന്ന നല്ല യോസേഫുമായി ബന്ധപ്പെട്ടവന് കിട്ടി. വീണ്ടും ലൂക്കോസ് 11:1 വാക്യം വായിക്കുന്നു. ലൂക്കോസ് 11:1 വാക്യം. അടുത്തത് ലൂക്കോസ് 11:1 അല്ലേ? 11:1 ലൂക്കോസ് 11:1 വാക്യം. എന്താ എഴുതിയേക്കുന്നത്? ലൂക്കോസ് 14 അല്ലേ? 14 ഓക്കെ നോക്കെ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു. 11:1 വാക്യം. അതെ ഞാൻ പറഞ്ഞു. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പഠിക്കാൻ ഒരാഗ്രഹം അവരുടെ അകത്ത് വന്നു. അതാണ് ഒരു രൂപാന്തരം. ഞാൻ പറയട്ടെ മക്കളെ, ഞാൻ പറയാറുണ്ട്, ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് യേശുവിനെ മാതൃകയാക്കിയാൽ മതി. മറ്റൊന്നും നോക്കണ്ട, ഒരു പൗലോസിന്റെ പുറകെ പോകണ്ട. യേശുവിനെ മാതൃകയാക്കിയാൽ മതി. വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയും, വാഴുവാൻ കഴിയും, അജയ്യരായി തുടരുവാൻ കഴിയും. നോക്കുക, 2 സ്കൂളുകൾ യേശു നടത്തിക്കൊണ്ടുപോയി. എന്തൊക്കെയാണ്? സ്കൂൾ ഓഫ് പ്രയർ ആൻഡ് സ്കൂൾ ഓഫ് ഫെയ്ത്ത്. കൃപയാൽ ഫെയ്ത്ത് ആൻഡ് പവർ ചർച്ചിനെയും പഠിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയും. അവിടുത്തെ പാസ്റ്റർ ഡോക്ടർ ബിനു ജോസ് ചാക്കോ അല്ല. പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ പാസ്റ്റർ ആരല്ല? ഡോക്ടർ ബിനു ജോസ് ചാക്കോ. അവിടുത്തെ പാസ്റ്റർ യേശുവാണ്. എല്ലാവർക്കും മനസ്സിലാകത്തില്ല, അകത്തോട്ടിറങ്ങി പഠിക്കുന്നവർക്ക്. കാര്യം എന്താണ്? യേശു അവിടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, യേശു വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. എത്ര പേർ മനസ്സിലാക്കുന്നു സത്യസഭയുടെ ആഴങ്ങൾ? ശ്രദ്ധിച്ച നിങ്ങളെല്ലാം ഈ ഓരോ ദിവസത്തെ കാര്യമല്ല, ഒരു പൊതുവിൽ പഠിക്കണം. എന്താണ് ഈ സഭയിൽ സംഭവിക്കുന്നത്? തട്ടിപ്പാണോ? ആൾക്കാരെ ബൂസ്റ്റ് ചെയ്ത് പൈസ പിടുങ്ങലാണോ സംഭവിക്കുന്നത്? എന്താണ് ഈ ആലയത്തിൽ സംഭവിക്കുന്നത്? വ്യക്തമായി പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. 2 സ്കൂളുകൾ ഇതിനകത്ത് നടന്നു പോകുന്നുണ്ട്. 2 സ്കൂളുകൾ, സ്കൂൾ ഓഫ് പ്രയർ ആൻഡ് സ്കൂൾ ഓഫ് ഫെയ്ത്ത്. അതാണ് യേശുവിൻ്റെ സഭയുടെ പ്രത്യേകത. വളരെ ആഴമായി ഗ്രഹിക്കേണ്ട കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയരുത്. നിങ്ങളുടെ ആലയം എന്താണ്? പെന്തക്കോസ്ത് ആലയമാണോ?
പെന്തക്കോസ്ത് ആലയമാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഒരു കാര്യം അറിയാം, 2 സ്കൂളുകൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പാസ്റ്റർ യേശുവാണ്. 2 സ്കൂളുകൾ അവിടെ നടന്നു പോകുന്നുണ്ട്. ഒന്ന് സ്കൂൾ ഓഫ് പ്രയർ, മറ്റൊന്ന് സ്കൂൾ ഓഫ് ഫെയ്ത്ത്. എന്നെ കേൾക്കുന്ന സഹോദര, നീ പോകുന്ന ആലയത്തിൽ ഈ 2 സ്കൂളുകളുണ്ടോ? അതോ അത് പണപ്പിരിവ് കേന്ദ്രമാണോ? അതോ നിന്നെ ബൂസ്റ്റ് ചെയ്ത് നിനക്ക് ഒരു സ്ഥാനവും മാനവും തന്ന് നിന്നെ മുഖസ്തുതി പറഞ്ഞ് ഉയർത്തി നിന്നെ തളച്ചിട്ടിരിക്കുന്ന സ്ഥലമാണോ അത്? അങ്ങനെയാണെങ്കിൽ വേഗത്തിൽ നീ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയില്ലെങ്കിൽ നീ നശിച്ച് നാമാവിശേഷമായി പോകും. നിന്നെ കൊണ്ട് കുറെ പേര് ജീവിക്കും, നിനക്കൊരു ഉയർച്ചയും കിട്ടത്തില്ല. എന്നാൽ സത്യാലയം എന്താണ്? വിശ്വാസവും പ്രാർത്ഥനയും പഠിപ്പിക്കുന്ന സ്ഥലമാണ് സത്യാലയം. അവിടെ ഒരു നിമിഷം നീ ചെലവഴിച്ചാൽ പോലും നിന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്. അവിടെ ഒരു നിമിഷം ചെലവഴിച്ചാൽ പോലും നിന്റെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുകയാണ്. നിന്റെ അകത്ത് ഒരു അവബോധം വരികയാണ്. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രസ്ഥാനങ്ങളല്ല, സംഘടനകളല്ല വലുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അബ്രഹാമല്ല വലുത്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയുന്ന ദൈവമാണ് വലുത്. പ്രസ്ഥാനമല്ല വലുത്, സംഘടനയല്ല വലുത്, മനുഷ്യരല്ല വലുത്, കള്ളപ്രവാചകന്മാരല്ല വലുത്. ഈ പാറയിൽ നിന്ന്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. രൂപാന്തരങ്ങളുടെ ദൈവം. പ്രാർത്ഥിക്കാൻ പഠിക്കാൻ ആഗ്രഹം അവർക്ക് കിട്ടി. അത് വളർച്ചയാണ്. അവർ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണ്? യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു, വില കൊടുത്തു പോയി പ്രാർത്ഥിക്കുന്നു. ഒരു കിദ്രോൻ തോട് കടന്നു വേണം ഇവിടെ പോകാൻ, ഒലുമലയിൽ പോകാൻ. ദിവസവും ഒലുമലയിൽ പോയി പ്രാർത്ഥിക്കുന്നു, വില കൊടുത്ത് മല കയറി ചെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട്? എന്തിന്? അവർ ചിന്തിച്ചു. അവർക്ക് മനസ്സിലായി, പ്രാർത്ഥനയുടെ ശക്തിയാണ് പകൽ വെളിപ്പെടുന്നത്. സൗഖ്യമായി, ഉയർപ്പായി, കാഴ്ചയായി, നടത്തമായി, ദർശനമായി, വെളിപ്പാടായി വെളിപ്പെടുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഞങ്ങളിലൂടെയും ആ ശക്തി വെളിപ്പെടണം. മനസ്സിലാക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ചാട്ട്, ഞാനും യേശുവിനെ പോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവശക്തി വെളിപ്പെടുത്തോ, ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തോ, ദൈവകൃപ വെളിപ്പെടുത്തും, സൗഖ്യം വെളിപ്പെടുത്തും, ഉയർപ്പിന് കാരണമായി തീരും. അതുകൊണ്ട് എനിക്കും പ്രാർത്ഥിക്കാം പഠിക്കണം. വീണ്ടും 9ാമത്തെ കാര്യം പറയട്ടെ, 17-5 വാക്യം. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. മതി. അവർ യേശുവിനെ അടുത്തറിഞ്ഞു. അവർക്ക് മനസ്സിലായി 2ാമത്തെ ഘടകം എന്താണ്? വിശ്വാസം. ദൈവത്തിൽ ആഴമായൊരു വിശ്വാസം. ഞാൻ പറയാറുണ്ട്, ഇന്ന് ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തിൽ യാതൊരു വിശ്വാസവുമില്ല. കാര്യം എന്താണ്? അവർക്കറിയാം ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളില്ല. പിന്നെ എന്തുകൊണ്ട്? മനുഷ്യനെ ഊറ്റിയെടുത്തുള്ള അനുഗ്രഹങ്ങളെ ഉള്ളൂ. സത്യം അതാണ്. ദൈവത്താൽ ഒരു അനുഗ്രഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ദൈവത്താൽ ഒരു നന്മ കിട്ടിയിട്ടില്ല. മനുഷ്യനെ ഊറ്റുക, മനുഷ്യനെ ബൂസ്റ്റ് ചെയ്ത് അവനിൽ നിന്ന് വലിച്ച് എന്തെങ്കിലുമൊക്കെ മേടിക്കുക, നക്കാപ്പിച്ച. എന്നാൽ മന്ദബുദ്ധികളെ, ദൈവം തന്നാൽ അസാധാരണമായി തരും. ദൈവം തന്നാൽ വാരിക്കോരിത്തരും. ദൈവം തന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി അവന്റെ ഒരു പ്രവൃത്തി മതി. നീ ഓടിച്ചിട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ നന്മ, നീ അറിവ് നിന്നെ ഭരിക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൂരത്തും ചാരത്തുമായി നിങ്ങൾ പറയും, പാസ്റ്ററെ 10 വർഷമായി ദൈവത്തെ സേവിക്കുന്നു, എനിക്ക് വലിയ അനുഗ്രഹങ്ങളൊന്നും കിട്ടിയില്ല, ഒരു സാധാരണക്കാരനെ പോലെ. പക്ഷേ ദൈവം ആർക്കും കടക്കാരനല്ല. നീ ദൈവത്തിൽ വിശ്വാസമുള്ളവനെങ്കിൽ ഉള്ളവളെങ്കിൽ ഒരു അസാധാരണ പ്രവൃത്തി പെട്ടെന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടും. അതാണ് കൊല്ലം പട്ടണത്തിൽ നമുക്ക് സംഭവിച്ചത്. ഞാൻ ഓർക്കുന്നു, 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോൺ കോൾ എനിക്ക്
വെളിനാട്ടിൽ നിന്ന് വന്നു. ഒരു സായിപ്പാണ് വിളിക്കുന്നത്. സായിപ്പ് പറഞ്ഞു, നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കേട്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സായിപ്പ്. സ്തോത്രം കർത്താവേ, സ്തോത്രവും സ്തോത്രവും സ്തോത്രം കർത്താവേ. സായിപ്പ് പറയാണ്, എൻ്റെ സമ്പത്തെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടു. സായിപ്പ് പറയാണ്, ഞാൻ ഒരു ദൂരയാത്ര പോവുകയാണ്. അത്യാവശ്യം എൻ്റെ യാത്രയ്ക്കുള്ള പണം എടുത്തിട്ട് ബാക്കി തുക നിങ്ങൾക്ക് തരികയാണ്. 1 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഞാൻ വിളിച്ചറിയിച്ചു, അവിടെ അറിയിച്ചു, ഇവിടെ അറിയിച്ചു. അമ്മായിപ്പനെ വിളിച്ചറിയിച്ചു. അമ്മായിപ്പനും വലിയ സന്തോഷം, അച്ചായിക്ക് വലിയ സന്തോഷം. മരുമോന് ഒരു പൈസ കിട്ടുന്ന സന്തോഷമുള്ള കാര്യമല്ലേ, എല്ലാവർക്കും സന്തോഷം. വൈകിട്ടായപ്പോഴത്തേക്ക് പറഞ്ഞു, ഇന്ന അക്കൗണ്ടിൽ നിന്ന് പൈസ വരും, നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ പണം വരുന്നത് ശ്രദ്ധിക്കണം. ഞാൻ വേഗത്തിൽ അടുത്ത് വേറെ ആരോടും പറഞ്ഞില്ല കേട്ടോ. വേറെ ആരും അറിഞ്ഞപ്പോൾ ഗവൺമെൻറ് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ടാക്സുകാരൊക്കെ വരത്തില്ല. ചെന്നപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ പണം ഇങ്ങനെ വരുന്നു. 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം. അപ്പോൾ പണം അങ്ങ് സ്റ്റോപ്പായി. ഒരറിയിപ്പ്, ഹാൻഡ്ലിംഗ് ചാർജ് ആയിട്ട് 18,000 രൂപ അങ്ങോട്ട് അയക്കുക. എന്താ ഹാൻഡ്ലിംഗ്? ഞാൻ ഓർത്തടാ, 1 കോടി തരുന്ന ആൾക്ക് എന്തിനാ 18,000 രൂപ? എങ്കിലും പൈസ വരികയല്ലേ, കാണുമ്പോൾ പൈസ വരികയല്ലേ. നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ അതിനൊരു സംശയം. അപ്പോൾ തന്നെ RBI നിന്ന് കോള് വരികയാണ്. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പൈസ അടച്ചാൽ പൈസ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അപ്പം ഞാൻ അങ്ങോട്ട് പറയുകയാണ്, ആ പൈസ എടുത്തിട്ട് തന്നാൽ മതി. വേണ്ട, അല്പം കൂടെ കൂട്ടിയെടുത്തു. അതൊക്കത്തില്ല. നിങ്ങളുടെ പണം അത് ഒട്ടും കുറയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ വരണം. ഇത് ഞങ്ങളുടെ ഹാൻഡ്ലിംഗ് ചാർജാണ്. ഞാൻ നേരെ SBI ചെന്നു. ഞാൻ പറഞ്ഞു, ഇന്നൊരു കോൾ വന്നിട്ടുണ്ട്, ഇതാണ് കാര്യങ്ങൾ. പേപ്പറെല്ലാം കാണിച്ചു, അവിടെ ഫോൺ കോളെല്ലാം കാണിച്ചു. അവർ പറഞ്ഞു, RBI ഒന്നും നിങ്ങളെ വിളിക്കാൻ സാധ്യതയില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്കിത് വിശ്വാസ്യമായി തോന്നുമെങ്കിൽ മുമ്പോട്ട് പോകാം. പക്ഷേ RBI ഒന്നും നിങ്ങളെ വിളിക്കാൻ, അവരും ഒരു നല്ല വാക്ക് പറയുന്നില്ല. അവർക്കും ഒരു സംശയം, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, സായിപ്പാണ്, അവർക്ക് അയാൾ പണമെല്ലാം എനിക്ക് തരികയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നെ അറിയാവുന്നൊരു ഉദ്യോഗസ്ഥൻ അവിടെ SBIയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് വിശ്വാസം എനിക്ക് തോന്നുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അയച്ചില്ല, പൈസ അയച്ചില്ല. ഞാൻ പറഞ്ഞു, അതെടുത്തിട്ട് ബാക്കി തന്നാ മതി. അത് തട്ടിപ്പായിരുന്നു. അയച്ചിരുന്നെങ്കിൽ ആ പൈസയും പോയനെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു പാസ്റ്റർ എന്നെ വിളിച്ചു കരഞ്ഞുകൊണ്ട്, വെളിയിലൊന്നും പറയല്ലേ, എൻ്റെ 5 ലക്ഷം രൂപ പോയി. ഞാൻ ചോദിച്ചു, എന്താ? അത് ഇതുപോലെ സായിപ്പ് വിളിച്ചു, 5 ലക്ഷം രൂപ പോയി. ഞാൻ പറഞ്ഞു, പോയത് പോകട്ടെ, ആരോടും പറയണ്ട, ഇനി അയക്കാൻ. അപ്പോൾ ഒരു ചതിവായിരുന്നു. നോക്കുക, എന്നാൽ ദൈവം അതിനേക്കാളൊക്കെ എത്ര ശ്രേഷ്ഠമായി എന്നെ മാനിക്കുവാനിടയായി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ബന്ധുവിനോട് ഞാനത് പറഞ്ഞു, ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറയാണ്, അതൊന്നും ശരിയായ കാര്യമല്ല, അങ്ങനൊന്നും പണം സ്വീകരിക്കാൻ പാടില്ല. അസൂയ കൊണ്ട് പറയാം, അത് ശരിയായ കാര്യമല്ല. എന്നാൽ നിനക്ക് കിട്ടുമ്പോഴത്തേക്ക് നീ ഇതിൻ്റെ അനുഗ്രഹം ഭാഗ്യത്തില്ല. അതൊന്നും ശരിയായ കാര്യമല്ല, അത് ശരിയൊന്നും കാര്യമല്ല. അയാളുടെ മനസ്സിനകത്തുള്ള കാര്യം അത് നോക്കിയപ്പോഴത്തേക്ക് 1 കോടി രൂപ എനിക്ക് കിട്ടാൻ പോവാ. ഞാൻ പറഞ്ഞത് അതൊരു ചതിവായിരുന്നു, വഞ്ചനയായിരുന്നു. പക്ഷേ ദൈവം അതിനേക്കാൾ ശ്രേഷ്ഠമായ എത്ര വഴികൾ എനിക്ക് വേണ്ടി തുറന്നു. ഞാൻ പറയുന്നത്, വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ, പ്രാർത്ഥിപ്പാൻ കഴിവുണ്ടെങ്കിൽ അറിയാത്ത വഴികൾ, ഒരു കുറുക്ക് വഴിക്കും പോകണ്ട, ഒരു ഇടനിലക്കാരെയും വെക്കണ്ട, ഒരു മധ്യസ്ഥനെയും വെക്കണ്ട. ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്ത്. രൂപാന്തരങ്ങൾ സംഭവിക്കട്ടെ, ശുദ്ധിയുള്ളവരാകട്ടെ, കുളിക്കട്ടെ, ധൈര്യമകത്ത് വ്യാപരിക്കട്ടെ, അവകാശ ബോധമുണ്ടാകട്ടെ. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാൻ ഒരു അവബോധം ലഭിക്കട്ടെ, വിശ്വാസം ലഭിക്കട്ടെ, യേശുവിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് ഉയരുവാൻ, അവന്റെ വലിപ്പത്തിലേക്ക് ഉയരാൻ കൃപ ലഭിക്കട്ടെ. അസാധാരണ വഴികൾ നിനക്ക് വേണ്ടി മാത്രമായി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. മടങ്ങി വരട്ടെ. യൗസേപ്പിന്റെ അടുക്കൽ ചെല്ലുവീൻ, വീണ്ടും ചെല്ലുവീൻ.
മത്തായി 20-7 വാക്യം, അല്ല 1 ദിനവൃത്താന്തം 16-29 വാക്യം. 1 ദിനവൃത്താന്തം 16-29. ചെല്ലുവീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ, കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവീൻ. ആരാധനയ്ക്ക് ചെല്ലുവീൻ. എന്തുമായിട്ട്? മഹത്വമായിട്ട്. തേങ്ങാപ്പൂളുമായിട്ടല്ല, പൂവുമായിട്ടല്ല. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ, എൻ്റെ പുതിയ വീട്ടിൽ നിൽക്കുമ്പോഴേ കാണാറുണ്ട്. അതിനടുത്തൊരു വീട്ടിൽ ഒരു മാതാവ് രാവിലെ ഇറങ്ങുകയാണ്. എന്തിനാണ്? പൂ പറിക്കാൻ. പൂ പറിച്ച് ആർക്ക് കൊടുക്കാനാ? ദൈവത്തിന് കൊടുക്കാൻ. ആ പൂവോ ഒരു മണവും ഗുണവും ഇല്ലാത്ത കുറേ പൂവ് പറിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് കൊടുക്കുക, ദൈവത്തിന് കൊണ്ടുപോയി വെക്കുക. ഇത്ര നിസ്സാരപ്പെട്ടവനാണോ ദൈവം? ഒരു പൂ സ്വീകരിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കാൻ നിസ്സാരപ്പെട്ടവനാണോ ദൈവം? ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല, ചില പരമാർത്ഥങ്ങൾ പറയുകയാണ്. ഒരു വെടി കേട്ട് പ്രസാദിക്കുന്ന ദൈവമാണോ നിന്റെ ദൈവം? ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ ആചാരങ്ങളുടെ കാര്യമാണ് പറയുന്നത്, മറ്റ് മതങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ക്രിസ്ത്യൻ പള്ളികളിൽ വെടിക്കെട്ടുണ്ട്, പൂവുണ്ട്, തേങ്ങാപ്പൂൾ അവിടെയുണ്ട്. എല്ലാ മറ്റ് മതങ്ങളിലെ ആചാരങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. കൊടിമരം പള്ളികളില്ലേ? കൊടിമരമുണ്ട്. എല്ലാ ചെണ്ടമേളമില്ലേ? എല്ലാം ഉണ്ട്. ഇതൊക്കെ കേട്ട് പ്രസാദിക്കുന്ന ഒരു നിസ്സാര ദൈവമാണോ സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്ത ദൈവം? എന്നാൽ മഹത്വത്തിന്റെ വില എന്താണ്? മഹത്വം എന്താണ്? അത് ദൈവത്തിന് മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് അമൂർത്തമാണ്. 1 കിലോ മഹത്വം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ദൈവത്തിന് ഞാൻ 1 കിലോ മഹത്വം കൊടുത്തു പറയൂ. മഹത്വത്തിന്റെ അളവ് ആർക്കും നിശ്ചയിക്കുവാൻ കഴിവില്ല. അതാണ് മഹത്വത്തിന്റെ വലിപ്പം. മനസ്സിലാക്കിയവർക്കായി സ്തോത്രം. എത്ര മനസ്സിലാക്കുന്നു? മഹത്വത്തിന്റെ വലിപ്പം എന്താണ്? അതിന്റെ അളവ് നിശ്ചയിക്കുവാൻ ആർക്കും കഴിവില്ല. കൂടെ പാസ്റ്റ് പറയും മഹത്വം കൊടുക്കണം, മഹത്വം കൊടുക്കണം. കാര്യം എന്താണ്? 1 കിലോ മഹത്വമല്ല, ഒരു ടൺ മഹത്വമല്ല. മഹത്വത്തിന്റെ അളവ് അത് ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് അസാധാരണ വലിപ്പമുള്ളതാണ്, അസാധാരണ ഭാരമുള്ളതാണ്, അസാധാരണ ഉയരമുള്ളതാണ്, അസാധാരണ ആഴമുള്ളതാണ്, അസാധാരണ നീളമുള്ളതാണ്, അസാധാരണ വീതിയുള്ളതാണ്. വെളിപ്പാടുകൾക്കായി നന്ദി കർത്താവേ. നോക്കുക, വായിച്ച കാര്യം എന്താണ്? ആരാധനയ്ക്ക് എവിടെ ചെല്ലണം? ആലയത്തിൽ പോകണം. എന്തുമായിട്ട്? മഹത്വമായിട്ട്. മത്തായി 20:7 ചെല്ലുവീൻ. മത്തായി 20:7. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായ കൊണ്ടത്ര എന്നും അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു. മതി. നോക്കുക, ഉടയവൻ പറയുകയാണ്, നിങ്ങളും എങ്ങോട്ട് ചെല്ലുവീൻ? മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ. ഞാൻ പറയാറുണ്ട്, ലോകം നിങ്ങൾക്ക് ഇതുവരെ ജോലി തന്നില്ലേ? നിങ്ങളെ വിളിച്ചില്ലേ? പ്രസ്ഥാനങ്ങൾ നിങ്ങളെ വിളിച്ചില്ലേ? നിങ്ങളെ ഒഴിവാക്കിയോ? നിങ്ങൾ മിനക്കെട്ട് നിൽക്കുകയാണോ? യേശു പറയുന്നു, മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവേൻ. അവിടെ ധാരാളം വേലയുണ്ട്. കാര്യം കൊയ്ത്ത് വളരെയുണ്ട്. സത്യം, വേലക്കാരോ ചുരുക്കം. എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ എത്ര പേർക്ക് ജോലി കൊടുക്കാനും എനിക്ക് കഴിവുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ട് അത് വിശാലമാണ്. ഒരാമേൻ പറഞ്ഞാട്ട്. പ്രിയമക്കളെ, ഞാൻ ഇപ്രകാരം പഠിപ്പിക്കാറുണ്ട്. ജോലിയില്ലെങ്കിൽ ഇറങ്ങ, അടുത്ത വീട്ടിലേക്ക് പോയി സുവിശേഷം പറ. അതൊരു വലിയ ജോലിയാണ്. നിർബന്ധമൊന്നും പിടിക്കരുത്, നിർബന്ധം പറയരുത്. അവരെ മതത്തെ കുറ്റപ്പെടുത്തരുത്, അവരുടെ ദൈവങ്ങളെ കുറ്റപ്പെടുത്തരുത്. പറയണം, യേശുവാണ് നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം. നിന്നെ തകർക്കാൻ നോക്കുന്നൊരു കൂട്ട പിശാചുണ്ട്. യേശുവാണ് പരിഹാരം. അത് പങ്കുവെക്ക്. നിശ്ചയമായും നിന്റെ ഓഹരി നിന്റെ അടുക്കലെത്തിയിരിക്കും. ഞാൻ പറയാറുണ്ട്, ഓരോ കമ്പനികളിലും, എൻ്റെ സഹോദരൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു ഗൾഫിൽ. ഇന്നും അവന് പൈസ കൊടുക്കാനുണ്ട്. അത് തെറ്റായ കാര്യമാണ്. അതൊരു ഒരു 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 പെന്തക്കോസ്തുകാരനാണ് ആ കമ്പനി നടത്തി. അവനത് കൊടുത്തിട്ടില്ല ഇതുവരെ. അതിൻ്റെ പരാജയം അവർക്കുണ്ടാകും. അത് എന്നെ കേൾക്കുന്നെങ്കിൽ അത് കൊടുക്കണം. അവൻ അധ്വാനിച്ച പണം കൊടുത്തിട്ടില്ല. ഇങ്ങനെ എത്രയെത്ര ജീവിതങ്ങളാണ് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ അലഞ്ഞ് കോടതികൾ കയറി ഇറങ്ങുന്നത്. എന്നാൽ ഈ ദൈവം ആർക്കും കടക്കാരനല്ല.
ഒരു വേല അവന് വേണ്ടി നീ ചെയ്യുന്നുവെങ്കിൽ, സുവിശേഷ വേലയിൽ ഒരു ഭാഗവാക്ക് നീ ആകുന്നുവെങ്കിൽ, മുന്തിരിത്തോട്ടത്തിൽ നീ അധ്വാനിക്കുന്നുവെങ്കിൽ, നിനക്കുള്ള പങ്ക് കിട്ടിയിരിക്കും. അതിൽ മാറ്റമില്ല. അവിടെ അഴിമതിയില്ല, അവിടെ ചുവപ്പ് നാടയില്ല. തക്ക സമയത്ത് നിന്റെ ഓഹരി നിനക്ക് കിട്ടിയിരിക്കും. ചെല്ലുവീൻ. എവിടേക്ക്? മുന്തിരിത്തോട്ടത്തിലേക്ക്. മത്തായി 21 അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്കിൽ പറയുന്നു, എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. മത്തായി 21, 2 മുതൽ 3. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയെയും കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരുവീൻ. ആരെങ്കിലും ചോദിക്കുകയാണ് എന്തിനാ അഴിക്കെന്ന് ചോദിച്ചാൽ പറയണം, യേശുവിന് ഇതിനെ കൊണ്ട്. മക്കളെ, ഇന്ന് എന്തുകൊണ്ടാണ് അടി കിട്ടുന്നത്? കെട്ടഴിക്കാമ്പോൾ അടി കിട്ടാൻ കാര്യം എന്താണ്? പ്രസ്ഥാനത്തിന് വേണ്ടി അഴിക്കുന്നത് കൊണ്ട്, സംഘടനയ്ക്ക് വേണ്ടി അഴിക്കുന്നത് കൊണ്ട്. എന്നാൽ യേശുവിന് വേണ്ടി അഴിച്ചാൽ ഓരോരുത്തരും ചലിക്കത്തില്ല മക്കളെ. ഇത് പണമുണ്ടാക്കാനുള്ള മാർഗമല്ല, ദൈവ രാജ്യത്തിൻ്റെ വ്യാപ്തിയുടെ മാർഗമാണ്. എന്തുകൊണ്ട് അടികൊള്ളുന്നു? പ്രസ്ഥാനത്തിന് വേണ്ടി, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, മതത്തിന് വേണ്ടി, സെൻട്രൽ പാസ്റ്ററിന് വേണ്ടി, ഭൂപടന് വേണ്ടി അഴിക്കുമ്പോൾ അടികൊള്ളും. എന്നാൽ യേശുവിന് വേണ്ടി അഴിച്ചാൽ അതിനെ വിട്ടയക്കും. അതാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രഭാവം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രഭാവം. വേഗത്തിൽ മർക്കോസ് 14 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 14:13 മുതൽ. അവൻ ശിഷ്യന്മാർ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവീൻ. അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു. നഗരത്തിലേക്ക് ചെല്ലുവീൻ. അവിടെ വിരിച്ചൊരുക്കിയൊരു വൻമാളിക നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതാണ് സത്യാലയം. എന്തിന്? പെസഹ കഴിക്കുവാൻ. മുമ്പോട്ട് പോകാം. ഒന്നുകൂടെ യാക്കോബ് 4:8 വാക്യം. ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരും. ചെല്ലുവീൻ. ആരോട്? ദൈവത്തോട്. എങ്ങനെ? അടുത്ത് ചെല്ലുവീൻ. എന്നാൽ